കേരള PSCയുടെ അസിസ്റ്റന്റ് സെയിൽസ്മാനുള്ള എക്കണോമിക്സിൽ നിന്നുള്ള കഴിഞ്ഞ 9 ചോദ്യപേപ്പറുകളിലെ, അതായത് ഈ അടുത്ത് നടന്ന 9 ചോദ്യപേപ്പറുകളിലെ 59 എക്കണോമിക്സ് ചോദ്യങ്ങൾ ഓരോന്നും വിശദമായി പഠിക്കുകയാണ് നമ്മൾ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സാമ്പത്തിക ആശയങ്ങളും സർക്കാർ പദ്ധതികളുമാണ്. അതിൽ നിന്ന് 9 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് മുഴുവൻ നമുക്കിന്ന് പഠിച്ചെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനന്ദൻ NV. വിൻഡോസ് 2 ഈ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് നോട്ട്, അതുപോലെ തന്നെ എക്സാമുകളൊക്കെ തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ പങ്കുവയ്ക്കും. അപ്പോൾ ഡീറ്റെയിൽഡ് നോട്ട്, മറ്റു കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ എക്സാമുകളും ക്വിസിലൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അത് കൂടാതെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനെതിരെ ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സാമ്പത്തിക ആശയങ്ങളിലേക്ക് കടക്കാം. ആദ്യം അവിടെ നിന്ന് വന്ന ചോദ്യം എന്താണ്? സാമ്പത്തിക ആശയങ്ങളിൽ നിന്ന് വന്ന ചോദ്യം, ആദ്യത്തെ ചോദ്യം ഇതാണ്: ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതല്ല? ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ, ട്രസ്റ്റിഷിപ്പ് ഗാന്ധിയുടെ ചിന്തയാണ്, ഗാന്ധിയുടെ സാമ്പത്തിക ശാസ്ത്രത്തിലുണ്ട്. വികേന്ദ്രീകൃത സമ്പൽ വ്യവസ്ഥ ഗാന്ധിയുടെ സാമ്പത്തിക ശാസ്ത്രത്തിലുണ്ട്. ഗ്രാമസ്വരാജ് ഗാന്ധിയുടെ സാമ്പത്തിക ശാസ്ത്രത്തിലുണ്ട്. എന്നാൽ മിച്ച മൂല്യ സിദ്ധാന്തം ആരുടേതാണ്? കാറൽ മാർക്സിൻ്റെതാണ്. അതുകൊണ്ട് 3 വരുന്ന ഓപ്ഷൻ ഒന്നും വരാൻ പാടില്ല. ഇവിടെ 3 വരുന്നുണ്ട്, ഇവിടെ 3 വരുന്നുണ്ട്, ഇവിടെ 3 വരുന്നുണ്ട്. അതുകൊണ്ട് 1, 2, 4 ആണ് അതിൽ ശരി ഉത്തരം. അതുകൊണ്ട് ഉത്തരം B ആണ്. എന്താണ് ട്രസ്റ്റിഷിപ്പ്? സമ്പത്ത് സമൂഹത്തിൻ്റെ ക്ഷേമത്തിനായി ഉപയോഗിക്കുക എന്ന ഗാന്ധിയുടെ ആശയമാണ്. ഇപ്പം ഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പിൽ സ്വകാര്യ സ്വത്താകാം. അവിടെ നോക്കണം, പ്രധാനമായ സാമ്പത്തിക സിദ്ധാന്തങ്ങളിൽ, പ്രധാനമായ സാമ്പത്തിക വ്യവസ്ഥകളിൽ നമ്മൾ എന്താ പറയുക? പ്രധാനമായ സാമ്പത്തിക വ്യവസ്ഥകൾ നമുക്കറിയാം, മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയും അതുപോലെ തന്നെ 2 സമ്പൽ വ്യവസ്ഥകളാണ് അല്ലേ? മുതലാളിത്ത സമ്പൽ വ്യവസ്ഥ, അതുപോലെ തന്നെ മറ്റൊരു സമ്പൽ വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥ. ഇങ്ങനെ 2 സമ്പൽ വ്യവസ്ഥകളാണ്. ഇതിൽ ഇന്ത്യയുടേത് മിശ്ര സമ്പൽ വ്യവസ്ഥയാണ്. മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയിൽ സ്വകാര്യ സ്വത്താവാം. അതായത് അവിടെ ഉൽപാദനോപാധികൾ, എന്താണ് ഉൽപാദനോപാധി എന്ന് പറയുന്നത്? ഉൽപാദനോപാധി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കാർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഫാക്ടറി, അതിലെ മെഷീൻസ്, അത് ഉൽപാദനോപാധിയാണ്. എൻ്റെ ക്ലാസ് സേവന മേഖലയിലുള്ള ഒരു ഉൽപാദനമാണ്, ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അവിടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ സർവീസാണ്. അപ്പോൾ സർവീസിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. ആ ക്ലാസ് ഞാൻ ഉണ്ടാക്കുന്നത്, ഈ പേനുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, പെൻടാബ് ഉണ്ട്, ഇതിന് ഒരു സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്, ഇതെല്ലാം ചേർന്നതാണ്. യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ യൂട്യൂബ് എൻ്റെ ഉടമസ്ഥതയിലല്ല, ബാക്കിയെല്ലാം എൻ്റെ ഉടമസ്ഥതയിലാണ്. യൂട്യൂബ് ആകട്ടെ മറ്റൊരു സ്വകാര്യ ഉടമസ്ഥതയിലാണ് അല്ലേ? ഇത് മുതലാളിത്തത്തിൻ്റെ പ്രത്യേകതയാണ്. അവിടെ ഉൽപാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലാവും. എന്നാൽ സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥയിൽ അത് പൊതു ഉടമസ്ഥതയിലാവും. ഇവിടെ ലക്ഷ്യം ലാഭമാണ്, ഇവിടെ ലക്ഷ്യം ജനക്ഷേമമാണ്. എന്നാൽ ഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്ത പ്രകാരം സമ്പത്താവാം, പക്ഷേ അത് പൊതു നന്മയ്ക്ക് ആവണം. അപ്പോൾ ഗാന്ധി സ്വകാര്യ സ്വത്തിനെ അനുകൂലിച്ചു, പക്ഷേ അത് ജനക്ഷേമത്തിനായിരിക്കണം എന്നുള്ള വാദമാണ് എടുത്തത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? യെസ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം എന്ന് പറയുന്നത്, ഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം. മറ്റൊന്നാണ് ഗാന്ധിയുടെ വികേന്ദ്രീകൃത സമ്പൽ വ്യവസ്ഥ. ഗാന്ധി സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കേണ്ടത് കേന്ദ്രീകൃതമായിട്ടല്ലെന്നും ഓരോ ഗ്രാമങ്ങൾക്കും അതിന് വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ളതായിരുന്നു സാമ്പത്തിക പ്രവർത്തനങ്ങളും. ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞാൽ ഗ്രാമാധിഷ്ഠിത സമ്പൽ വ്യവസ്ഥയാണ്. മിച്ച മൂല്യ സിദ്ധാന്തം കാൾ മാർക്സിൻ്റേതാണ്, ആരുടേതല്ല? ഗാന്ധിയുടേതല്ല. ഗാന്ധിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഗാന്ധിയുടെ വിദ്യാഭ്യാസ പദ്ധതിയും ഇതുപോലെ തന്നെ PSC പരീക്ഷയ്ക്ക് ഇടയ്ക്ക് ചോദിക്കും. ഗാന്ധിയുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താണ്? ഗാന്ധിയുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് നയി താലീം എന്നാണ്. ഗാന്ധിയുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് നയി താലീം എന്നാണ്. ഓക്കെ. അപ്പോൾ ആ നയി താലീം പദ്ധതി എന്ന് പറഞ്ഞാൽ അത് വാർധാ പദ്ധതി എന്നും അറിയപ്പെടുന്നുണ്ട്. നയി താലീം പദ്ധതി തന്നെ വാർധാ പദ്ധതി എന്നും അറിയപ്പെടുന്നുണ്ട്. നയി താലീം പദ്ധതിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? അത് സൗജന്യവും സാർവത്രികവും, നിർബന്ധിതവുമല്ല, സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം അത് പറഞ്ഞു. കുട്ടികൾക്കൊക്കെ തന്നെ നിർബന്ധിതമായ വിദ്യാഭ്യാസം കൊടുക്കണം, സൗജന്യമായിരിക്കണം എന്ന് ഗാന്ധി പറഞ്ഞിരുന്നു. അതൊരു ഘടകമാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, ഏതെങ്കിലും ഒരു കൈത്തൊഴിലിൽ അവർക്ക് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം.
പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം എന്ന് ഗാന്ധി പറഞ്ഞിരുന്നു. ഇതൊക്കെ ഗാന്ധിയുടെ നയി താലീം അഥവാ വാർധാ പദ്ധതി എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷണങ്ങളാണ്, എന്താണ് പ്രത്യേകതകളാണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഗാന്ധി ട്രസ്റ്റിഷിപ്പ് ഉണ്ട്, ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഗ്രാമസ്വരാജ്, ഗാന്ധി വികേന്ദ്രീകൃത ആസൂത്രണം, അതുപോലെ തന്നെ നയി താലീം വാർധാ പദ്ധതി, സൗജന്യ സാർവത്രികവുമായ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, മാതൃഭാഷയിലായിരിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ മാധ്യമം എന്നും ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ഭാഗം റെഡിയാണല്ലോ. ഇനി കാറൽ മാർക്സുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? കാറൽ മാർക്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ശാസ്ത്രം ഏതാണ്? കാറൽ മാർക്സിനെ നിങ്ങൾ ഓർക്കുമ്പോൾ മൂലധനമാണ് നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത്. കാറൽ മാർക്സിൻ്റെ പുസ്തകമാണ് മൂലധനം അഥവാ ദാസ് ക്യാപിറ്റൽ. ആ മൂലധനത്തിൽ ആവിഷ്കരിക്കപ്പെട്ട സിദ്ധാന്തമാണ് മിച്ചമൂല്യ സിദ്ധാന്തം. അദ്ദേഹം കൊടുത്തത് എന്താണ്? അദ്ദേഹത്തിൻ്റെ പിതാവ് എന്തിൻ്റെ പിതാവാണ്? സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കാറൽ മാർക്സ് ആണ്. മുതലാളിത്ത സമ്പൽ വ്യവസ്ഥ ആഡം സ്മിത്ത് ആണ്. സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കാറൽ മാർക്സ് ആണ്. കാറൽ മാർക്സും ഫെഡറിക് ഏംഗൽസും ചേർന്നാണ് മാർക്സിസം, കമ്മ്യൂണിസം എന്നൊക്കെ തുടങ്ങിയ ആശയങ്ങൾക്ക് ആശയങ്ങൾ ആവിഷ്കരിക്കുന്നത്. കാറൽ മാർക്സുമായി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യവും സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്ന് തന്നെയായിരുന്നു. ആ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യവും സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്ന് തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ചാണക്യൻ, അർത്ഥശാസ്ത്രം. കറക്റ്റാണ്. ചാണക്യൻ അല്ലേ, നമ്മുടെ പ്രാചീന ഭാരതത്തിലുണ്ടായിരുന്ന ഒരു സാമ്പത്തിക വിദഗ്ധനാണ് ചാണക്യൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് എന്തെന്ന്? അർത്ഥശാസ്ത്രം. അമർത്യസൻ, ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം. നോബൽ ജേതാവായിട്ടുള്ള, ഏഷ്യയിലെ തന്നെ ആദ്യ നോബൽ ജേതാവാണ് അമർത്യസൻ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലാണ്. മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്. അത് കഴിഞ്ഞാൽ നമുക്കറിയാം ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം. അത് തെറ്റാണ്. ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തമാണ്. ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തം ഏതാണ്? ചോർച്ചാ സിദ്ധാന്തമാണ്. മറന്നു പോകണ്ട. ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തം എന്ന് പറയുന്നത് ഏതാണ്? ചോർച്ചാ സിദ്ധാന്തമാണ്. ദാദാഭായ് നവറോജിയുടെ ബുക്കും ചോദിക്കാറുണ്ട്. പവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന തൻ്റെ പുസ്തകത്തിലാണ് അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത്. ഇപ്പോൾ ദാദാഭായ് നവറോജിയെ ഓർക്കുമ്പോൾ ദാദാഭായ് നവറോജിയെ ഓർക്കുമ്പോൾ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. അറിയാമല്ലോ. ദാദാഭായ് നവറോജിയെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഓർക്കണം, പവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അല്ലേ? പവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇത് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. ഇതിലാണ് അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത്. അതായത് ബ്രിട്ടൻ എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് സമ്പത്ത് ചോർത്തി കൊണ്ടുപോകുന്നത് എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ദാദാഭായ് നവറോജിയെ പോലെ, ഫിറോസ് ഷാ മേത്തയെ പോലെയുള്ളവർ ആണ് ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ആ പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1857 തന്നെ ഇന്ത്യക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ബ്രിട്ടനാണ് ഈ രാജ്യത്തിൻ്റെ ദുരിതത്തിന് കാരണമെന്ന്. അത് ഇന്ത്യൻ ദേശീയതയിലേക്ക് രൂപപ്പെടുകയാണ്. അതിന് ദാദാഭായ് നവറോജിയുടെയൊക്കെ ചോർച്ചാ സിദ്ധാന്തം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എന്താണ് ദേശീയത എന്ന് പറയുന്നത്? ഒരു പ്രദേശത്തെ ജനങ്ങൾ വർഗ, ജാതി, വർണ്ണ വ്യത്യാസമില്ലാതെ ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് അതിനെ ദേശീയത എന്ന് പറയുന്നത്. ആ നിർവചനം ഓർക്കണം, പ്രധാനമാണ്. ആ ഇന്ത്യൻ ജനതയുടെ ദുരിതത്തിനു കാരണം ബ്രിട്ടീഷുകാരുടെ ഭരണമാണെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് അവർ ബ്രിട്ടീഷുകാർക്കെതിരെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ദേശീയതയെ സാമ്പത്തിക ദേശീയത എന്നും അറിയപ്പെടാറുണ്ട്. ഇന്ത്യൻ ദേശീയതയെ സാമ്പത്തിക ദേശീയത എന്നും അറിയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോൾ ദാദാഭായ് നവറോജി, പവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ചോർച്ചാ സിദ്ധാന്തം, അതുപോലെ തന്നെ സാമ്പത്തിക ദേശീയതയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്കും ഇതിൻ്റെ ഒരു ചെറിയ വിശദീകരണത്തിലേക്കും കൂടി പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വിശദീകരണത്തിൽ ഞാൻ എഴുതി വെച്ച വിശദീകരണം തന്നെയാണ്, 2-3 ദിവസം മുന്നേ തയ്യാറാക്കിയതുകൊണ്ട് മിച്ചമൂല്യ സിദ്ധാന്തം, ദാദാഭായ് നവറോജി. ഓക്കെ, ഇനി പദ്ധതികളും സർക്കാർ പരിപാടികളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്ത്? ചോദ്യം വന്നു. വൻകിട വ്യവസായങ്ങൾക്ക് വായ്പ നൽകുക,
തെറ്റാണ്. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വായ്പ നൽകുക എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ ലക്ഷ്യം? ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വായ്പ നൽകുക. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കലോ ഗ്രാമീണ മേഖലയിൽ റോഡുകൾ നിർമ്മിക്കലോ ഒന്നും അതിൻ്റെ പ്രത്യക്ഷമായ ലക്ഷ്യമല്ല. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വായ്പ നൽകലാണ് മുദ്ര എന്ന് പറയുന്നത്. മുദ്ര ലോൺ എന്ന് കേട്ടിട്ടില്ലേ? അതന്നെ. പ്രധാനമന്ത്രി മുദ്രാ യോജന PMMY 2015 ഇത് ആരംഭിക്കുന്നത്. കോർപ്പറേറ്റ് ഇതര കാർഷികേതര ചെറുകിട സൂക്ഷ്മ സാമ്പത്തിക സംരംഭങ്ങൾക്ക്, കോർപ്പറേറ്റ് ആവരുത്, കാർഷിക മേഖലയിലും അല്ലാത്ത ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം 10 ലക്ഷം വരെ വായ്പ നൽകും. എത്ര ലക്ഷം വരെ വായ്പ നൽകും? 10 ലക്ഷം വരെ. ശിശു 50,000, കിഷോർ കുറച്ചും കൂടി മുതിർന്നാൽ 5,01,000 5 ലക്ഷം രൂപ വരെ, 50,001 മുതൽ 5 ലക്ഷം രൂപ വരെ. തരുൺ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ. അപ്പോൾ മുദ്രാ ലോണ് 3 വിഭാഗത്തിലാണ്. ഒന്ന് ശിശു 5 ലക്ഷം വരെ, കിഷോർ 50,001 മുതൽ 5 ലക്ഷം വരെ, തരുൺ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ. ചോദ്യം: ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ് എന്നുള്ളതാണ്. സ്വയം, അത് ഗ്രാമീണ മേഖലയിൽ കുടിവെള്ളം ലഭ്യമാക്കുക. തെറ്റാണ്. ഓൺലൈൻ വിദ്യാഭ്യാസ കോഴ്സുകൾ നൽകുക. നിങ്ങൾക്കും കിട്ടും ഓൺലൈൻ വിദ്യാഭ്യാസ കോഴ്സുകൾ, സ്വയം എന്നുള്ള പേരിലുണ്ട്. അപ്പോൾ ഇവിടെ ഓൺലൈൻ വിദ്യാഭ്യാസ കോഴ്സുകൾ നൽകലാണ്. സ്വയം എന്ന് പറഞ്ഞാൽ സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. യങ് മാത്രമല്ല, കുറച്ച് പ്രായമായാലും നിങ്ങൾക്ക് ചെയ്യാം. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. നോക്കണം, എസ് സ്റ്റഡിയാണ്, W വെബാണ്. ഈ ആക്റ്റീവ് യങ് ആസ്പയറിംഗ് മൈൻഡ്സ് ഇതാവും നിങ്ങൾക്ക് ഉറപ്പ് വരാതെ വരിക. ആക്റ്റീവ് യങ് ആസ്പയറിംഗ് മൈൻഡ്സ്, അതാണ് സ്വയം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ഓൺലൈൻ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമാണ്. 9ാം ക്ലാസ് മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള കോഴ്സുകൾ സൗജന്യമായി ലഭ്യം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദ്യാഭ്യാസത്തിൻ്റെ തുല്യതയും ഗുണമേന്മയും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദ്യാഭ്യാസത്തിൻ്റെ തുല്യതയും ഗുണമേന്മയും ഉറപ്പുവരുത്തുക. ഏതാണത്? കോഴ്സ് സ്വയം ആണ്. ഓക്കെ, ഇതിനെയാണ് സ്വയം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ഡിജിറ്റൽ സാക്ഷരത, ഡിജിറ്റൽ അടിസ്ഥാന വികസനം, അത് ഡിജിറ്റൽ ഇന്ത്യയാണ്. അതിൻ്റെ പേരെന്താണ്? ഡിജിറ്റൽ ഇന്ത്യ. 2015 തന്നെയാണ് അത് ആരംഭിച്ചത്. അപ്പോൾ നോക്കുക, 2015 ഡിജിറ്റൽ ഇന്ത്യ ആരംഭിക്കുന്നത്. ഇന്ത്യയെ ഡിജിറ്റലായി ശാക്തീകരിക്കപ്പെട്ട ഒരു സമൂഹവും വിജ്ഞാന സമ്പൽ വ്യവസ്ഥയുമാക്കി മാറ്റാൻ ലക്ഷ്യം. ഇന്ത്യനെ ഒരു വിജ്ഞാന സമ്പൽ വ്യവസ്ഥയാക്കണം. ഇന്ത്യയെ ഡിജിറ്റലായി ശാക്തീകരിക്കപ്പെടണം. എല്ലാ പൗരന്മാർക്കും ഡിജിറ്റൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുക. സർക്കാർ സേവനങ്ങൾ ഓൺലൈനായി ജനങ്ങളിലേക്ക് എത്തിക്കുക. ജനങ്ങൾക്ക് ഡിജിറ്റൽ സാക്ഷരത നൽകുക. അപ്പോൾ ജനങ്ങൾക്ക് ഡിജിറ്റൽ സാക്ഷരത നൽകുക, സർക്കാർ സേവനങ്ങൾ ഓൺലൈനായി ജനങ്ങളിലേക്ക് എത്തിക്കുക, എല്ലാ പൗരന്മാർക്കും ഡിജിറ്റൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുക. ഇപ്പം എല്ലായിടത്തും ഇൻ്റർനെറ്റ് ഡിജിറ്റൽ ആണല്ലോ. സർക്കാർ സേവനങ്ങൾ ഓൺലൈനായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക. കുറേയൊക്കെ ആയിട്ടുണ്ടല്ലോ അല്ലേ? ജനങ്ങൾക്ക് ഡിജിറ്റൽ സാക്ഷരത നൽകുക, ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. ഇതിൻ്റെ ഉപപദ്ധതികളാണ് ഡിജി ലോക്കറും ഭാരത് നെറ്റും. എന്താ ഡിജി ലോക്കർ? നമ്മുടെയൊക്കെ ഡിജിറ്റൽ രേഖകൾ സൂക്ഷിക്കാം. പാസ്പോർട്ട്, അതുപോലെ തന്നെ ലൈസൻസ്, ഇതൊക്കെ അവിടെ സൂക്ഷിക്കാം. ഭാരത് നെറ്റ് എന്താണ്? ഗ്രാമങ്ങളിൽ ഇൻ്റർനെറ്റ് എത്തിക്കുക. അപ്പോൾ നമ്മുടെയൊക്കെ എന്തായിരിക്കാം? ഡിജിറ്റൽ രേഖകൾ, ആധാരമൊക്കെ സൂക്ഷിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് അതിന് വരാൻ പോകുന്നത്. ഇതൊക്കെ സൂക്ഷിക്കാം. അതിനുള്ളൊരു ആപ്പാണത്. ആ ആപ്പിൽ അതുണ്ടെങ്കിൽ അത് ഔദ്യോഗികമായിട്ട് തന്നെ കണക്ക് കൂട്ടും. നമുക്ക് അത് കാണിച്ചു കൊടുത്താൽ മതി പല സ്ഥലങ്ങളിലും. ഓക്കെ, ഇനി ചേരുംപടി ചേർക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന. ഈ ചോദ്യം കൺസെപ്റ്റ് വേണമെങ്കിൽ, പക്ഷേ ഈ ചോദ്യം ഇതൊന്നുമില്ലാതെ തന്നെ ആക്കാം. ജൻധനിൽ ധനുണ്ട്, ധനം. സമ്പത്തുമായി ബന്ധപ്പെട്ടത് ഇതിലേതാ? ഗ്രാമീണ റോഡുകൾ, സാമ്പത്തിക ഉൾക്കൊള്ളൽ, ഗ്രാമീണ സ്വയംഭരണം, നൈപുണ്യ വികസനം. അവിടെ ധനമുള്ളത് കൊണ്ട് 2ആണ്. സോ എയുടെ ഓപ്ഷൻ ഏതാ? 2ആണ്. നോക്കൂ, A2 എന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇനി ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കൂ. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. കൗശൽ എന്ന് പറഞ്ഞാൽ കൗശലം, നിപുണി എന്ന് പറയാം. അപ്പോൾ നോക്കൂ, ബി ഏതാണ് വരുന്നത്? ബി നിപുണിയാണ്, B4ആണ്, കറക്റ്റാണ്. ഇനി സി രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് അഭിയാൻ. ഗ്രാമസ്വരാജ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഗ്രാമീണ സ്വയംഭരണം, സ്വരാജ് സ്വയംഭരണം.
ഇനി അടുത്തത് PM ഗ്രാം സഡക് യോജന. സഡക് എന്ന് പറയുമ്പോൾ റോഡുമായി ബന്ധപ്പെട്ടത്, ഗ്രാമീണ റോഡുകൾ. അപ്പൊ ഇത് പഠിച്ചു പോവാത്ത ആളുകൾക്കും ചില ചോദ്യങ്ങൾ തൻ്റെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ മാറ്റിവെക്കുക. അവസാനം സമയമുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ നോക്കണം. ഒരു മാർക്ക് ചിലപ്പോൾ പോകുന്നു വരും, ചിലപ്പോൾ 1-2 മാർക്ക് പോകുന്നു വരും. ഓക്കെ, അപ്പോൾ പ്രധാനമന്ത്രി ധൻ യോജന എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എല്ലാ പൗരന്മാർക്കും ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കലാണ്. എല്ലാ പൗരന്മാർക്കും. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്കൊക്കെ ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള എല്ലാ സാമ്പത്തിക സേവനങ്ങളും. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. കൗശൽ എന്ന് പറഞ്ഞാൽ നിപുണി. അപ്പൊ യുവാക്കൾക്ക് തൊഴിൽ നേടുന്നതിനാവശ്യമായ പരിശീലനവും നൈപുണ്യവും. രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ. അവിടെ ഗ്രാമീണ സ്വയംഭരണമാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി ഗ്രാമീണ തദ്ദേശ സ്വയംഭരണം മെച്ചപ്പെടുത്തുക. PM ഗ്രാം സഡക് യോജന. ഗ്രാമീണ റോഡുകളാണ്. ഗ്രാമീണ മേഖലകളിൽ റോഡ് കണക്ടിവിറ്റി ഇല്ലാത്ത ഗ്രാമങ്ങളെ പ്രധാന റോഡുകളുമായി ബന്ധിപ്പിക്കുക. ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം. അപ്പോൾ അവിടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ഇറക്കുമതി വർദ്ധിപ്പിക്കുക. മേക്ക് ഇൻ ഇന്ത്യയാണ്, ഉൽപ്പന്നമല്ലേ. മെയ്ക്ക് ഇൻ, നോക്കൂ എളുപ്പമാണ്. മെയ്ക്ക് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനമാണ്. രാജ്യത്ത് ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക, കാർഷിക ഉൽപ്പാദനം കുറയ്ക്കുക, വിദേശ നിക്ഷേപം നിരുത്സാഹപ്പെടുത്തുക. എത്ര സിമ്പിളായിട്ട് എത്ര എളുപ്പമുള്ള ചോദ്യമാണ്. രാജ്യത്ത് ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക. എക്കണോമിക്സ് അറിയില്ല എന്നുള്ളതൊക്കെ ഒഴിവാക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഓക്കെ, അപ്പോൾ വിശദീകരണം നോക്കൂ. 2014 ആരംഭിച്ച പദ്ധതിയാണ്. ഇന്ത്യയെ ഒരു ആഗോള ഉൽപ്പാദന കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ പ്രൊഡക്റ്റ് ബേസ്ഡ് ഇൻസെൻറ്റീവ് ഉണ്ട്. ഞാൻ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ആ ക്ലാസ് കേൾക്കുക. അത് പുതിയ പദ്ധതിയാണ്. പ്രൊഡക്റ്റ് ലിങ്ക്ഡ് പ്രോഗ്രാംസ് ഒക്കെ വന്നിട്ടുണ്ട്. ദേശീയവും അന്തർദേശീയവുമായ കമ്പനികളെ ഇന്ത്യയിൽ തന്നെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുന്നു. ദേശീയ കമ്പനികൾ, അന്തർദേശീയ കമ്പനികൾ, ഇതിനെയൊക്കെ തന്നെ ഇന്ത്യയിൽ തന്നെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇറക്കുമതി കുറയ്ക്കുക, സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക. ഇതാണ് അതിൻ്റെ ലക്ഷ്യം. ഇന്ത്യ ഗവൺമെൻറ് അടുത്ത കാലത്ത് ചെറുധാന്യങ്ങൾക്കായി രാജ്യവ്യാപകമായി കൃഷി ചെയ്യുന്നതിന് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. ഇന്ത്യയിലെ മില്ലറ്റ് ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് മില്ലറ്റ്സ്. ആ മില്ലറ്റ്സിന് വേണ്ടിയിട്ട് അടുത്ത കാലത്തായിട്ട് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. ചെറുധാന്യങ്ങൾ. ആ ചെറുധാന്യങ്ങൾക്ക് കാര്യത്തിൽ ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ഏതാണത്? രാജസ്ഥാനാണ്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന 2023 മില്ലറ്റ് വർഷമായിട്ട് ആചരിച്ചിട്ടുണ്ട്. 2023 ഐക്യരാഷ്ട്രസഭയുടെ മില്ലറ്റ് വർഷം ഇന്ത്യയുടെ അഭ്യർത്ഥനയെ മാനിച്ചിട്ടാണ്. ഇന്ത്യയിലെ പ്രധാന വിള ഉൽപ്പാദന സംസ്ഥാനങ്ങൾ. ഇന്ത്യയിൽ അരി തെലുങ്കാനയിലാണ്. നമ്മുടെ ആനയെ മറന്നു പോകണ്ട. പണ്ട് ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നില്ലേ? എന്താണ് എന്തോ ഒരു അരിയാനയോ ഉണ്ടായിരുന്നല്ലോ, മറന്നുപോയി ഞാൻ. അതല്ലേ, എന്തോ ഒരു അരിയാന ഉണ്ടായിരുന്നില്ലേ? അരി കട്ടെടുക്കുന്ന ഒരു ആന. അപ്പോൾ അരി, ആന തെലുങ്കാന. ഗോതമ്പ് ഉത്തർപ്രദേശ്. ഗോതമ്പ് നമ്മൾ ഓർക്കേണ്ടത് എവിടെയാ? അത് ഉത്തരേന്ത്യയിലാണ്. ഉത്തരേന്ത്യ എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശ്. ചോളം കർണാടകം. അതെങ്ങനെയാ ചോളത്തിനെ കർണാടകത്തിലേക്ക് ഓർക്കുക? ചോളമാണ്, കർണാടകയാണ്. എങ്ങനെ ഓർക്കും? ഇതൊക്കെ മറന്നുപോകല്ലോ. ഇപ്പം നമുക്ക് ഇത് ആന തെലുങ്കാന, അരി തിന്നുന്ന ആന. ഗോതമ്പ് ഉത്തർപ്രദേശ്. അത് ഗോതമ്പ് ഉത്തരേന്ത്യയിലാണ്, അതുകൊണ്ട് ഉത്തർപ്രദേശ്. ചോളം കർണാടകം. എങ്ങനെ ഓർക്കണം? കർണം എന്ന് പറഞ്ഞാൽ കാത് അല്ലേ? കർണം കാതാണ്. കാതത്തിലൊരു ചോളത്തിൻ്റെ തരി പോയാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ആലോചിച്ചാൽ മതി. കാതിലൊരു ചോളത്തിൻ്റെ തരി പോയി. ചെറുധാന്യങ്ങൾ രാജസ്ഥാൻ അല്ലേ? ചെറുധാന്യങ്ങൾ, ചെറിയ ധാന്യം. രാജാവാണ്, പക്ഷെ ചെറുധാന്യമേ കഴിക്കുള്ളൂ. വലിയ ആളാണ്, രാജാവാണ്, പക്ഷെ ചെറുധാന്യമേ കഴിക്കുള്ളൂ. തുവര കർണാടകം. ചോളവും തുവരയും കർണാടകമാണ്. കടല മധ്യപ്രദേശാണ്. കടല എവിടെയാണ്? മധ്യപ്രദേശ്. മൊത്തം പയറുവർഗ്ഗങ്ങളും മധ്യപ്രദേശാണ്. എന്നാൽ മൊത്തം ഭക്ഷ്യധാന്യങ്ങൾ ഉത്തർപ്രദേശാണ്. പയറുവർഗ്ഗങ്ങൾ എടുത്താൽ മധ്യപ്രദേശാണ്, ഭക്ഷ്യധാന്യങ്ങൾ എടുത്താൽ ഉത്തർപ്രദേശാണ്. കടല മധ്യപ്രദേശാണ്, തുവര കർണാടകയാണ്, ചെറുധാന്യങ്ങൾ രാജസ്ഥാനാണ്, ചോളം കർണാടകയാണ്, ഗോതമ്പ് ഉത്തർപ്രദേശാണ്, അരി തെലുങ്കാനയാണ്. താഴെ തന്നിട്ടുള്ളവ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കോട്ടോണോപോളിസ് എന്ന വിശേഷിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. ശരിയാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിന് ചോളത്തിന് 3-ാം സ്ഥാനമാണുള്ളത്. ശരിയാണ്. ഗോതമ്പ്, അരി അത് കഴിഞ്ഞാൽ ഏതമാണ്? ചോളമാണ്.
ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നു? അല്ല, അത് പരുത്തിയാണ്. അപ്പോൾ അവിടെ 1ഉം 2ഉമാണ് ശരി. അതുകൊണ്ട് എ ആണ് ആൻസർ. ഓക്കെ, ഇന്ത്യയിലെ പരുത്തി തുണി വ്യവസായത്തിൻ്റെ കേന്ദ്രമാണ് ബോംബെ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നും കോട്ടൺ, അതുകൊണ്ടാണ് കോട്ടണോപോളിസ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നും കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് ബോംബെ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ അരിയും ഗോതമ്പുമാണ്. അരിയാണ് ഒന്നാമത്, രണ്ടാമത് ഗോതമ്പാണ്, മൂന്നാമത് ശേഷം വരുന്നത് ചോളമാണ്. ഓക്കെ, ചോളത്തിൽ കർണാടകമാണ് ഇപ്പോൾ ഒന്നാമതായി നിൽക്കുന്നത്. ചണം അതിൻ്റെ സുവർണ നിറം കാരണം സുവർണനാര് എന്നാണ് ചണം അറിയപ്പെടുന്നത്. ചണം അറിയപ്പെടുന്നത് സുവർണനാര് എന്നാണ്. അതാണ് ഇവിടെ അറിയപ്പെടുന്നത്, അല്ലാതെ എന്തല്ല യൂണിവേഴ്സൽ ഫൈബർ എന്നല്ല. യൂണിവേഴ്സൽ ഫൈബർ കോട്ടൺ ആണ്. കാരണം പരുത്തി തുണി ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഫൈബർ നാര്, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി തുണിയാണ്. ചണം എന്താണ്? അത് സുവർണ നിറം കാരണം സുവർണ നാരാണ്. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഞാൻ നോക്കി പറയണം, മാറിയിട്ടുണ്ടാവും ചിലപ്പോൾ, ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. അപ്പോൾ അരി, ഗോതമ്പ്, ചോളം, ചെറുധാന്യങ്ങൾ, തുവര, കടല, അതുപോലെ തന്നെ മൊത്തം പയറുവർഗ്ഗങ്ങൾ, മൊത്തം ഭക്ഷ്യധാന്യങ്ങൾ എവിടെയാണെന്ന് ഓർക്കുക. ശരിയാണ്, ഞാൻ ആ ഭാഗം എടുത്തിട്ടില്ല, അത് നമുക്ക് എടുക്കേണ്ടതാണ്. ഓക്കെ, ഈ എടുത്തിട്ടില്ല, എടുക്കാം അടുത്ത് തന്നെ. ഇപ്പോൾ ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്ത, മിച്ചമൂല്യ സിദ്ധാന്തം, ചോർച്ചാ സിദ്ധാന്തം, മുദ്ര, സ്വയം, ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, വിള ഉൽപാദന സംസ്ഥാനങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അതുപോലെ കോട്ടോണോപോളിസ് മുംബൈയാണ്, ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ മുംബൈയാണ്, സുവർണനാര് ചണമാണ്, യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയാണ്, ഭക്ഷ്യവിള അരി, ഗോതമ്പ്, ചോളം എന്നുള്ള രീതിയിലാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇനി കുറച്ച് ചോദ്യങ്ങളും കൂടിയേ ഉള്ളൂ. ആ ചോദ്യങ്ങളും കൂടി കഴിഞ്ഞാൽ എക്കണോമിക്സ് തീരും. എക്കണോമിക്സ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഭരണഘടന ക്ലാസ് നടന്നുകൊണ്ടുകൊണ്ട് ഞാൻ ഭരണഘടന അവസാനം എടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ സുപ്രധാന നിയമങ്ങളോ മറ്റേതെങ്കിലോ ഒന്നിലേക്ക് കയറാം. ഓക്കെ, പഴയ 10 ചോദ്യപേപ്പറുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷ കഴിഞ്ഞാൽ അതും കൂടി ഉൾപ്പെടുത്തി അതും കിട്ടും നിങ്ങൾക്ക്. ഇങ്ങനെ ഈ വരുന്ന ഏറ്റവും പുതിയ ട്രെൻഡുള്ള ചോദ്യങ്ങൾ, അത് ഏത് ഇതിന് ഏറ്റവും ആദ്യം തന്നത് ഓരോ, ഇപ്പോൾ ജോഗ്രഫി തുടങ്ങുമ്പോൾ ജോഗ്രഫിയിൽ ഹോട്ട് ടോപ്പിക്സ് ഏതാണ്, എവിടെ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ പറയും. ഇപ്പോൾ എക്കണോമിക്സ് ആണ് നടന്നിരിക്കുന്നത്. എക്കണോമിക്സിൽ ഏത് ഹോട്ട് ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് 4ാമത്തെ ക്ലാസ്സാണ്. ഒരു ക്ലാസ്സും കൂടി കഴിഞ്ഞാൽ ആ 10 ചോദ്യപേപ്പറുകളെയും മുഴുവൻ ഭാഗങ്ങളിലൂടെയും നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ടാവും. താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.